ക്രിസ്ത്യാനോ റൊണാൾഡോയെ യുവന്റസ് ഒഴിവാക്കാൻ ഒരുങ്ങുന്നു. അതോടൊപ്പം ലയണൽ മെസ്സിയെ മാഞ്ചസ്റ്റർ സിറ്റി എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു. ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നം എന്നത് വമ്പൻ ടീമുകൾ കുഞ്ഞൻ ടീമുകളുമായി കളിക്കുമ്പോൾ വമ്പൻ ടീമുകൾക്കുള്ള തോൽവിയാണ് ഇപ്പോൾ യൂറോപ്യൻ ലീഗിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. അതായത് ചെറിയ സ്കോറുകൾക്കല്ല, വലിയ വലിയ സ്കോറുകൾക്കാണ് കുഞ്ഞു ടീമുകളോട് ഇപ്പോൾ വലിയ ടീമുകൾ അല്ലെങ്കിൽ സൂപ്പർ ക്ലബ്ബുകൾ തോക്കുന്നത്. ഈ ഒരു അവസ്ഥ മാറി പഴയ രീതിയിലേക്ക് ഫുട്ബോൾ ടീമുകളെ കൊണ്ടുവരാൻ ഇപ്പോൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ലയണൽ മെസ്സിയെയും ചുറ്റിപ്പറ്റിയ വാർത്തകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ക്രിസ്ത്യാനോയുടേതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് യുവന്റസ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ സീസണിൽ മികച്ച ഫോമിലാണ്. കൊറോണ വന്നു പോയി എങ്കിലും അദ്ദേഹത്തിന്റെ ഫോമിന് മാറ്റമൊന്നുമില്ല. മികച്ച ഫോമിൽ തന്നെയാണ് താരം. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ ക്ലബ്ബ് ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ്. 3 കാരണങ്ങളാണ് ഇതിനുകൊണ്ട് പറയുന്നത്. അതായത് യുവന്റസ് പറയുന്ന 3 കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, താരത്തിന്റെ സാലറി ഡിമാൻഡ്. ഒരു ഹ്യൂജ് സാലറി ഡിമാൻഡാണ് താരം വെക്കുന്നത്. താരത്തിന് ക്ലബ്ബിൽ നിൽക്കണമെങ്കിൽ ഹ്യൂജ് സാലറി വേണം. അത് യുവന്റസിന് സാധിക്കുകയില്ല. കാരണം കോവിഡ് മഹാമാരി വന്നതോടുകൂടി പല ക്ലബ്ബുകളും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയിരുന്നു. യുവന്റസും ഈ ഒരു രീതിയിലേക്ക് ചെറിയ തോതിൽ പോയിട്ടുണ്ട്. അതോടൊപ്പം അവർ പറയുന്നത് ക്രിസ്ത്യാനോയ്ക്ക് ഇത്രയും തുക കൊടുക്കുമ്പോൾ ബാക്കിയുള്ള താരങ്ങൾക്ക് കൊടുക്കാനുള്ള കാശ് തികയുമോ എന്നുള്ള സംശയം യുവന്റസിന് ഇപ്പോഴുമുണ്ട്. ഇതാണ് മെയിൻ റീസൺ. ഇനി നമുക്ക് രണ്ടാമത്തെ റീസണിലേക്ക് പോവുകയാണെങ്കിൽ താരത്തിന്റെ ഏജാണ് പ്രശ്നം. അതായത് 35 വയസ്സുള്ള ഒരു താരം, ഇതിഹാസങ്ങൾ പറയുന്നത് എങ്ങനെയാണ്, 35 വയസ്സുള്ള ഒരു താരത്തിന് ഈ ഫോമിൽ നിലനിൽക്കാൻ സാധിക്കുമോ? അതായത് ശരീരം തളരുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഫിറ്റ്നസ്, ഇവയൊക്കെയാണ് ഇപ്പോൾ സംശയമാകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും യുവന്റസ് ഈ ഒരു കാരണം ഒരു സെക്കൻഡ് റീസണായി പറയുന്നത്. ഇനി തേർഡ് റീസൺ എന്ന് പറയുന്നത് അവർക്കൊരു പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിച്ചാണ്. കാരണം അദ്ദേഹത്തെ ക്ലബ്ബിൽ എത്തിച്ചിരിക്കുന്നത് 805 കോടിക്കാണ്. ഇതിലും വലിയ തുകയ്ക്ക് താരത്തെ വിൽക്കുകയാണെങ്കിൽ അത് ടീമിനൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം വമ്പൻ സാലറി ഡിമാൻഡിൽ നിന്നും അദ്ദേഹത്തെ ട്രാൻസ്ഫർ ഫീസായി ലഭിക്കുന്ന കാശുകൊണ്ട് സൂപ്പർ താരങ്ങളെ ക്ലബ്ബിൽ എത്തിക്കാൻ യുവന്റസിന് സാധിക്കും. ഇതാണ് ഇവർ മെയിൻ റീസണായി പറയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വിടേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അവർ ഒഴിവാക്കുമോ? ഒഴിവാക്കിയാൽ അദ്ദേഹം ഏത് ടീമിലേക്ക് പോകും? ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്തത് ലയണൽ മെസ്സിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ സീസണിൽ അദ്ദേഹം ഗോളുകൾ അടിക്കുന്നത് കുറവാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം ക്ലബിന് വളരെ ആശ്വാസമേകുന്നതാണ്. തുടക്കമൊക്കെ അവർക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചാമ്പ്യൻസ് ലീഗിലും അതിനുശേഷം അവസാനം കളിച്ച മത്സരങ്ങളിലുമൊക്കെ നല്ല പ്രകടനമാണ് ലയണൽ മെസ്സി കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ലയണൽ മെസ്സി എന്തുകൊണ്ട് ക്ലബ്ബ് വിടാൻ താല്പര്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം അവരെപ്പോഴും അടിച്ചുകൊണ്ടിരുന്ന ലാലിഗ കൈവിട്ടുപോയി. അത് റയൽ മാഡ്രിഡിലേക്ക് ചെന്നു. ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മ്യൂണിക്കുമായി 8-2 എന്ന കൂറ്റൻ സ്കോറിന് തോൽവി. ഇതൊക്കെ ലയണൽ മെസ്സിയെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ലയണൽ മെസ്സി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ക്ലബ്ബിൽ വമ്പൻ മാറ്റം നടത്തണം, അല്ലെങ്കിൽ ഞാൻ ക്ലബ്ബ് വിടും, അല്ലെങ്കിൽ ഈ ക്ലബ്ബ് ഒരിക്കലും ചാമ്പ്യൻസ് ലീഗ് അടിക്കുകയില്ല, ലാലിഗ അടിക്കുകയില്ല എന്നൊക്കെ ലയണൽ മെസ്സി പറഞ്ഞിരുന്നു. അതിനുശേഷം ലൂയിസ് സുവാരസും കൂടെ ക്ലബ്ബ് വിട്ടപ്പോൾ അദ്ദേഹം കൂടുതൽ രോഷനായി. ഇങ്ങനെ വന്നപ്പോൾ ലയണൽ മെസ്സി തീരുമാനിക്കുകയായിരുന്നു താൻ ക്ലബ്ബ് വിടും. അതിനുശേഷം ബാർസലോണ ഉണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം താരം ബാർസലോണയിൽ വിടാൻ തന്നെ ഉറച്ചിരുന്നു. എങ്കിലും താരം ബാർസലോണയിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരാർ ഏതാണ്ട് അവസാനിക്കാറായപ്പോഴാണ് മാഞ്ചസ്റ്റർ സിറ്റി ഒരു വലിയ കൂറ്റൻ ഓഫറുമായി എത്തിയിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫറിൽ താരത്തെ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് പെപ് ഗ്വാർഡിയോള പറയുന്നത്. ഇത് സംഭവിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ലയണൽ മെസ്സി ബാർസലോണ വിടുമോ, ബാർസലോണ വിടാതിരിക്കുകയോ, എന്താകുമെന്നറിയില്ല. അതോടൊപ്പം അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോയാൽ ഈ സീസൺ പ്രീമിയർ ലീഗിൽ അവർക്ക് ചാമ്പ്യന്മാരാകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എത്രാം സ്ഥാനത്ത് അവർ സീസൺ അവസാനിപ്പിക്കും, ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഇവയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇന്ന് ഈ വീഡിയോയിൽ ഇത്രയുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്